ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾ അവരെ നന്നായിട്ട് സ്നേഹിക്കുന്നുമുണ്ട്. എന്നാൽ ആ വ്യക്തിയെ എങ്ങനെ നിങ്ങളിലേക്ക് കൊണ്ടുവരാം എന്നോർത്ത് വിഷമിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ചില വ്യക്തികളുണ്ട്, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടിനെയൊക്കെ ആദ്യം തന്നെ കണ്ടു ഇഷ്ടപ്പെട്ടു ഓടി ചെന്നിട്ട് പ്രപ്പോസ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ തന്നെ അവർ റിജക്റ്റ് ചെയ്ത് വിടത്തേ ഉള്ളൂ. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാളെയും ആരും സ്നേഹിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പെൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആൺകുട്ടിയായിട്ട് ആദ്യം തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ തമ്മിൽ നല്ലൊരു പരിചയമുള്ളവരായിരിക്കണം. അങ്ങനെ അത്യാവശ്യം പരിചയമുള്ളവർ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ആയതിനു ശേഷം നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ റിജക്ഷൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടീനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഏതൊരു വ്യക്തിനെയാണോ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ നല്ല കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സിംഗിളാണെന്നും അവരോട് പറയണം. ഇങ്ങനെ എല്ലാ കാര്യവും നിങ്ങൾ അവരോട് ഓപ്പണായിട്ട് പറയുമ്പോൾ പിന്നീട് എപ്പോൾ നിങ്ങളെ കണ്ടാലും അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു താല്പര്യമുണ്ടാവും. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ഓർത്തിരിക്കുകയും ചെയ്യും. ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് അത് പയ്യെ ഒരു പ്രണയമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് കൊടുക്കുക എന്നതാണ്. പൊതുവെ എല്ലാവർക്കും കോംപ്ലിമെൻ്റൊക്കെ ഇഷ്ടമാണ്. നമ്മളെക്കുറിച്ചിട്ട് ഒരാൾ നല്ലത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഇത്തരത്തിൽ ഏതൊരു വ്യക്തിനെയാണോ നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ കോംപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്നതാണ്. അതായത് ആ ഒരു കുട്ടിയുടെ കഴിവിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ബ്യൂട്ടി, ഇനിയിപ്പോൾ അവരുടെ ഹെയർ അല്ലെങ്കിൽ ഹെയർ കളർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് ഇങ്ങനെ പൊക്കി പൊക്കി പറയാവുന്നതാണ്. എന്നും പറഞ്ഞിട്ട് ഓവറായിട്ട് കയറി പറയാൻ നിൽക്കരുത്. അങ്ങനെ ഓവറായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും നിങ്ങളൊരു കോഴിയാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള കോംപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് നിങ്ങൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഇനി നാലാമതായിട്ട് ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണോ ആ കഴിവുകൾ ആ ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. ചിലരുണ്ട് നന്നായിട്ട് ഗിത്താറൊക്കെ വായിക്കും. ഇങ്ങനെയുള്ളവരെ പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുന്ന പുരുഷന്മാർ, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവർ, അല്ലെങ്കിൽ പടം വരയ്ക്കുന്നവരൊക്കെ. ഇങ്ങനെയുള്ള നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നല്ല നല്ല കഴിവുകളൊക്കെ എന്താണോ ആ കഴിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് ആ ഒരു വ്യക്തിനെ ബോധ്യപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അഞ്ചാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ എയിം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം ആ ഒരു കുട്ടിയോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതായത് ഭാവിയിൽ ഞാൻ ഇതായിത്തീരും അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ നിങ്ങളൊരു ലക്ഷ്യമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു കുട്ടിയോട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു 4-5 കാര്യങ്ങൾ
ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകാൻ വേണ്ടി ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.